ഒരു ഇലക്ഷൻ കാലത്ത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് പോലും ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ടാണ്. നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അധിക്ഷേപങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോഴും പറഞ്ഞു വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് തന്നെയാണല്ലേ? നമ്പൂരിമാരുടെ ഇത്രയടി, നായന്മാർ ഇത്രയടി, അങ്ങനെ എന്ത് പുരോഗമനപരമായി പറയുന്ന പാർട്ടികൾ പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊരു ഭൂമി വാങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇന്നാളാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നിങ്ങൾ ഇന്നാളല്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ജാതി താഴെയുള്ള ആളുകൾക്ക് ചില ചായക്കടയിൽ നിന്ന് കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അരിക് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി റോണി ചേട്ടൻ, അനിൽ ഷാദിക്ക. വെൽക്കം. താങ്ക് യു. ശരിക്കും ഇന്നും അതേപോലെ ജാതിപരമായിട്ട് ആളുകളെ ഒരുപാട് മാറ്റി നിർത്തുന്നുണ്ടോ? ഇത് ജാതിപരമായിട്ടുള്ള മാറ്റി നിർത്തലാണ് ഈ സിനിമ എന്ന് ആര് പറഞ്ഞു? അങ്ങനെയല്ല ആ സിനിമ. നമ്മള് ഈ കോരന്റെ കുടുംബത്തിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പക്ഷെ ആ പോകുമ്പോൾ കോരൻ അനുഭവിച്ചത് തന്നെയാണ് അതിനേക്കാൾ കുറച്ചും കൂടി തീവ്രമായിട്ട് കോരന്റെ പേരക്കുട്ടി മകന്റെ മകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാലത്തിനും മാറ്റമുണ്ടാവുന്നതല്ല, കുറച്ചുകൂടി തീവ്രതയോടെ സംഭവിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന മാറ്റി നിർത്തലാണോ, ഏത് രീതിയിലാണ്? ഇപ്പോൾ പണ്ട് ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ വരുമ്പ് എത്ര അടി ഇന്ന നമ്പൂരിമാരുടെ ഇത്ര അടി, നായന്മാർ ഇത്ര അടി, അങ്ങനെ അതൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ പ്രത്യക്ഷമല്ലാതെ പല രീതിയിലും അവഗണന അനുഭവിക്കുന്നുണ്ട് ഒരു വിഭാഗം. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പല രീതിയിലും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനൊന്ന് തുറന്നു കാണിക്കുക എന്ന് നമ്മൾ കപടതയെ മറികടന്നുകൊണ്ട്, കപടമാണ് നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നിടത്ത് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ബോധ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ലക്ഷ്യം. അപ്പോഴും പറഞ്ഞു വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് തന്നെയാണല്ലേ? ഉണ്ട്. ഡിസ്ക്രിമിനേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് 1960-ൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും എന്തുമാത്രം വേറെ രീതിയിലാണ്. അന്ന് അനുഭവിച്ച അതേ അവസ്ഥയിലൂടെയല്ല, വേറെ രീതിയിലൂടെയാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ മൂവി മാറ്റി നിർത്തുകയാണെങ്കിൽ, നിങ്ങൾ ആസ് എ പേഴ്സൺ ഇപ്പോൾ കണ്ടുവരുന്ന രീതി നോക്കുകയാണെങ്കിൽ, ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളത് എങ്ങനെയൊക്കെ ആയിരിക്കും? കാരണം നമ്മളിപ്പോൾ സത്യത്തിൽ ആ വിഷയം ആണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നതെന്ന് അങ്ങനെ തറപ്പിച്ച് പറയുന്നൊന്നുമില്ല. നമ്മളത് അങ്ങനെ, അപ്പം അതുകൊണ്ട് തന്നെ അതിലൂടെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യേണ്ട എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ വിഷയം പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇതൊരു വലിയ കണ്ടന്റ് തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് പാൻ ഇന്ത്യൻ സ്റ്റോറിയാണെന്ന് തന്നെ പറയുന്നത്. പക്ഷെ അതിലൂടെ മാത്രം സഞ്ചരിക്കേണ്ട, നമുക്ക് പല വഴികളിലൂടെയും പോവാമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മുടെ അനുഭവങ്ങൾ, ഞാനോ റോണിയോ അനുഭവിച്ച വഴികൾ, കാരണം അതാണ് ഈ സിനിമ പറയുന്നത്. ഒന്നും പ്രത്യക്ഷമല്ല, എവിടെയൊക്കെ ഒളിച്ചു കടത്തലുകൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എവിടെയൊക്കെ ഒളിച്ചു കടത്തലുകൾ ഉണ്ട് എന്നുള്ളത് ഓരോരുത്തരും അനുഭവിക്കേണ്ടതാണ്, ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കാണിച്ചു കൊടുക്കുന്നു. ഇതൊന്നും ആയിരിക്കില്ല സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രേ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഫുൾ കൺഫ്യൂഷൻ ആക്കി. റോണി ചേട്ടൻ എന്താ പറയാനുള്ളത്? തിരിച്ചറിഞ്ഞില്ല ഞാൻ പറഞ്ഞത്? മനസ്സിലായി. അതെ, ഇനി കുറച്ചുകൂടി ലളിതാക്കണം. കുറച്ചുകൂടെ എന്താ ഇവിടെ ഒരു ചിരി മാത്രമാണല്ലോ. അല്ല, അത് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ ഞാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? പറയണം. നമ്മള് ഇന്നും നമ്മുടെ സംബന്ധിച്ച് നമ്മുടെ പൊതുവായ സമൂഹത്തിൽ എല്ലാ പേരും ഈ പല നമ്മൾ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ നമ്മൾ നോക്കിയും കൊണ്ടൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ പ്രൈവറ്റായിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അധിക്ഷേപങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഒരു തഞ്ചത്തിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മളത് പ്രകടമാക്കി കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നതുകൊണ്ട് പലരും ഒതുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന സ്ഥലം എന്ന് പറയുന്നില്ല, പക്ഷെ ഞാനൊരു ഭൂമി വാങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ
അത് നിങ്ങൾ ഇന്നാളാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നിങ്ങൾ ഇന്നാളല്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയുന്ന നമ്മൾ പറയില്ലേ. ഇപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ മാംസം അല്ലെങ്കിൽ മത്സ്യം വയ്ക്കുന്നത് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ഫോർ എക്സാമ്പിൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരുപാടിടത്തുണ്ട് അങ്ങനെ. നമ്മുടെ അത്ര നോൺ വെജ് കഴിക്കുന്നവരല്ല അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ന വിഭവത്തിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരണ്ട എന്ന് ചിന്തയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു തരത്തിലുള്ള നമ്മൾ പറയല്ലേ, അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ പല പല ചേരികളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് വളരെ പണ്ടത്തെ പോലെ അത് ഇന്ന മാറ്റി നിർത്തുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇപ്പം നടക്കില്ല. അതുകൊണ്ട് അങ്ങനെ പ്രകടമല്ല മോളെ. നമ്മൾ അതിൽ നിന്നിങ്ങനെ തോണ്ടി കളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റുന്നത്. കാരണം ഇപ്പം നമ്മൾ ഒറ്റ കാര്യം പറയാം, ഇപ്പോൾ ഒരു ഇലക്ഷൻ കാലത്ത് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് പോലും ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഇന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ഉള്ളത്, നമുക്ക് അതിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ ഒരു സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലുള്ളത്, നമുക്ക് ആ ഒരു സ്ഥാനാർത്ഥിയെ വെക്കണമെന്ന് എല്ലാ പാർട്ടിക്കാരും പറ്റും. എന്ത് പുരോഗമനപരമായി പറയുന്ന പാർട്ടികൾ പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു സാധനം ലെയർ ഇങ്ങനെ കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട് പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയുന്നത്, തമിഴ്നാട്ടിൽ നമുക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അത്തരം സിനിമകൾ പറയുന്നുണ്ട്. അത്തരം സിനിമകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചില ചായക്കടകളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇന്ന ആൾക്കാർക്ക് കുടിക്കുള്ള കപ്പ്, ഇത് ഇന്ന ഇത് നിങ്ങൾക്കിത് പ്ലാസ്റ്റിക് കപ്പ് അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ക്ലപ്പിൽ തരുള്ളൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചില ജാതി താഴെയുള്ള ആളുകൾക്ക് ചില ചായക്കടയിൽ നിന്ന് കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. നമ്മളവിടെ ഒന്നും അങ്ങനെ ഇല്ലെന്നല്ല, പക്ഷെ അങ്ങനെയില്ല. പക്ഷെ നമ്മളവിടെ വേറെ രീതിയിൽ ഈ ലെയർ ഇങ്ങനെ കെടുക്കുന്നുണ്ട്, ജാതിയുടെ ഒരു ലെയർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചിലര് വളരെ വ്യക്തമായിട്ട് പ്രത്യക്ഷമായിട്ട് ആർക്കും പറയാനുള്ള ധൈര്യമില്ല ഞാൻ ഇന്ന ആളാണ് എന്ന്. പക്ഷെ ഇതൊക്കെ മാനദണ്ഡമാക്കിയിട്ട് തന്നെയാണ് പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മളത് ഒന്ന് തുറന്നു കാണിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ സിനിമ പറയുന്നത് ആവശ്യം. ഇർഷാദിക്ക് ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം യൂഷ്വലി ഒരു സിനിമ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു കോർ എലമെന്റ് കാണുമല്ലോ. ഈ ഒരു സിനിമയിലെ ഒരു യെസ് പറയാനായിട്ട് ആദ്യം തന്നെ തോന്നിയ ഒരു ഫാക്ടർ എന്തായിരുന്നു? മനോഹരമായ സ്ക്രിപ്റ്റാണ് എന്നുള്ളതാണ്. സനോജൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ആ സമയത്ത് വായിച്ച ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഞാൻ വായിച്ചുള്ള ഒരുപാട് സിനിമയിലെ സ്ക്രിപ്റ്റുകളുടെ ഇടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വളരെ പേഴ്സണലി അടുപ്പമുള്ള ഒരു സ്ക്രിപ്റ്റും കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. പിന്നെ ശങ്കരൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോടുള്ള ഞാനാണ് ശങ്കരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത്. ആ ശങ്കരൻ എന്ന് പറയുന്ന ക്യാരക്ടറിനോടുള്ള ഇഷ്ടമുണ്ട്. കാരണം ശങ്കരൻ ഒരു പേരൽ കോളേജ് അധ്യാപകനാണ്, പത്രപ്രവർത്തനം. അപ്പം എനിക്ക് ഇപ്പോഴൊക്കെ ഒരു ഘട്ടത്തിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ജേർണലിസ്റ്റ് ആവണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ടീച്ചിങ് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ എനിക്കിഷ്ടമുള്ള, അപ്പോൾ ഞാൻ ശങ്കരനെ നോക്കി കാണുമ്പോൾ എനിക്കിഷ്ടമുള്ള മനുഷ്യനാണ് ശങ്കരൻ. അപ്പോൾ അയാളെ അഭിനയിക്കാനുള്ളൊരു കൊതി ഉണ്ടാവുമല്ലോ. അയാൾ കവിതകളോട് ഇഷ്ടമുള്ള ഒരാളാണ്, എനിക്ക് കവിതകളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊക്കെയാണ് എന്നെ ഈ സിനിമയിലേക്ക് അടുപ്പിച്ചത്. പിന്നെ എന്തുകൊണ്ട് കോരൻ്റെ മകൻ ശങ്കരനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് സിനിമ, ഇനിയിപ്പോൾ അതും കൂടി ചോദിക്കേണ്ട, അതെങ്കിലും പ്രേക്ഷകർ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കട്ടെ.